അഞ്ചാമത് വർണ്ണകം പറഞ്ഞുകൊണ്ട് പോകുന്ന വേറൊന്നുമില്ല. ആത്മാവിലെ കർത്തൃത്വം വാസ്തവമല്ല. ആത്മാവിലേക്ക് ഈ കർത്തൃത്വം ആരോപിക്കപ്പെട്ടിരിക്കുക. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ആത്മാവായി താൻ ഒന്നും ചെയ്യുന്നില്ല, താൻ നിഷ്ക്രിയനാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ആണ് സ്വാമി പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനെ ലക്ഷണാവൃത്തിയിൽ ഈ ആത്മാവിനെ അറിയിക്കുകയാണ് വേദം ചെയ്യുന്നത്. ആത്മാവ് ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. കാരണം ഇത് തൻ്റെ സ്വരൂപമാണ്, നമ്മുടെ സ്വരൂപമാണ്. അറിയുന്നു എന്ന് പറയുന്നതും വാസ്തവത്തിൽ ആരിരിക്കുന്നു ചൈതന്യമായിട്ട് വേറെ എല്ലാം അറിയുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിൽ ഒന്നിലും ചേരാതെ നിർവികാരമായി നിൽക്കുന്ന സാക്ഷിരൂപമായിട്ട് ആത്മാവ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും തടസ്സമില്ലാതെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ ബോധിക്കാൻ ഉള്ള മനസ്സ് ബുദ്ധിയാദികളെല്ലാം മലിനമായിപ്പോയി. വിഷയവാസനകൾ, വിഷയചിന്തകൾ. അതിന് കാരണം അവർ പറഞ്ഞു, ഈ ലോകം സത്യമെന്നുള്ള ബുദ്ധിയാണ് ഇതിന് കാരണം. ഞാൻ ഈ ദേഹം എന്നുള്ള ബുദ്ധിയാണ് ഈ സത്യബുദ്ധിയാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഇതിനെ നിരാകരിച്ച് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് വേദം ചെയ്യുന്നത്. ഏതുവരെ താൻ ഈ ദേഹമെന്നുള്ള ആ ബുദ്ധി സജീവമായിട്ട് നിൽക്കുന്നു, അതുവരയ്ക്കും നമ്മൾ എന്താ ചെയ്യും? നമ്മൾ അതിൽ അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ അജ്ഞാനത്തിൽ ഇരുന്ന് തന്നെ അറിയണമെന്ന് ചോദിച്ചാൽ, ഈ കാണപ്പെടുന്ന ഒരു വിഷയം പോലെ അറിയാൻ ശ്രമിക്കുകയും ഈ കാണപ്പെടുന്ന ഏതോ ഒരു വിഷയമാണെന്ന് ധരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞു, ഇതിലെല്ലാത്തിനും ആധാരഭൂതമായിട്ട് അധിഷ്ഠാനമായിട്ടിരിക്കുന്നു ഈ ആത്മ. ഒന്നിനാലും ഉപലക്ഷിക്കാൻ സാധിക്കാത്തതാണ് ആത്മ. കാരണം എന്താണ്? ഇതെല്ലാം ജഡങ്ങളാണ്, ബുദ്ധിയാദി ജഡങ്ങളെന്നാണ് ഇതിന് പറയുന്നത്. മനസ്സ് ബുദ്ധിയല്ല, ജഡങ്ങളുടെ പട്ടികയിൽപ്പെടും. സമസ്തതും ജഡങ്ങളുടെ പട്ടികയിൽപ്പെടും. അനന്ത ജഡ ദുഃഖരൂപമായിട്ട് ആണ് ഈ ജഗത്തിരിക്കുന്നത്. അനന്ത ജഡ ദുഃഖരൂപം എന്ന് പറഞ്ഞാൽ ജനിച്ചു, കുറച്ചു നാൾ ഇരുന്നു, അത് കഴിഞ്ഞ് ഇല്ലാതാകുന്നു. ഈ 3 രൂപത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമായിരിക്കുന്നു ഈ ജഗത്ത്. ജായതേ ഗച്ഛതി തിഷ്ഠതി. ജനിച്ച് നിലനിന്ന് ഇല്ലാതാകുന്നു. ഈ രൂപത്തിലല്ലാതെ ഒരു വസ്തുവിനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? അപ്പുറം ഈ ഭൂമിയും ഒരിക്കൽ ഉണ്ടായതാണ്. അപ്പം ഇതിനെല്ലാത്തിനും ഉൽപ്പത്തി ഉള്ളതിനെല്ലാം നാശമുണ്ട്. ഇത് ജനിച്ച ഒരു പൊരുളല്ല. ആത്മാവിനെ പറ്റി പറയുമ്പോൾ ആത്മാ ആദിമധ്യാന്തരഹിതമാണ്. ആദിയില്ല, അന്തമില്ല, മദ്യവും ഇവിടെ ഇല്ല. ഇതിന് മദ്യം ഇരിക്കുകയാണ്. അനാത്മ വിഷയങ്ങൾക്കെല്ലാം ഒരു മദ്യം നിൽക്കുകയാണ്. ആദ്യം അറിഞ്ഞൂടാ, എന്താണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശാസ്ത്രലോകം ഇന്നു വരെ അത് കണ്ടുപിടിച്ചിട്ടില്ല, എന്താണ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പക്ഷേ ഇതിന് അവസാനവും നമുക്ക് അറിഞ്ഞൂടാ. ഈ മദ്യം ഇങ്ങനെ കാണും. അല്ല, എഴുത്തച്ഛൻ പാടിയിരിക്കുന്ന മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്നു നാം വ്രത. കേവലം മദ്യം മാത്രമാണ്. ഇതിന് തുടക്കമില്ല, ഒടുക്കമില്ല. ഇതിനെ മദ്യത്തിലിങ്ങനെ കാണുന്നു. ഇത് പരമാർത്ഥമല്ല എന്നുള്ളതാണ്. ആദിയില്ല, അന്തവുമില്ലെങ്കിൽ ആ മദ്യമായിട്ട് കാണുന്നത് പരമാർത്ഥമല്ലെന്നാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ആത്മാവിനെ സംബന്ധിച്ച് ആദിയില്ല, മദ്യവുമില്ല, അന്തവുമില്ല. 3 ഇല്ലാത്ത ഒന്നിനെയാണ് ആത്മാവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കേവലം തോറ്റമായിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. എങ്കിലും ഈ തോന്നുന്ന കാര്യങ്ങളിൽ ഞാനെന്നൊരു അഭിമാനം, അതാണ് ദേഹത്തിൽ മയങ്ങി, മനസ്സിൽ മയങ്ങി, ബുദ്ധിയും മയങ്ങി, പിന്നെ അതിൻ്റെ കാര്യമായിരിക്കുന്ന ഈ ലോകത്തിൽ മയങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഏതൊരു മയക്കറിവായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ആത്മാവ് ഒരു മയക്കറിവല്ല, അത് പരമാർത്ഥമായിരിക്കുന്ന ബോധമാണ്, പരമാർത്ഥ ബോധം. ഇതിനെ ഉപലക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം പരിശ്രമിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, ആത്മാവിൽ കർത്തൃത്വം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു.
അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കാണാത്തതിന് ആത്മാവിൽ കർത്തൃത്വം സ്വാഭാവികമല്ല എന്ന് പറഞ്ഞു. ശരി, സ്വാഭാവികമല്ലെന്ന് പറഞ്ഞ ഉടനെ പറയാം ആകുന്തകമാണ്, വന്നു ചേർന്നതാണ് എന്ന് പറയാം, ആകുന്തകമാണ്. എന്നാൽ സുഷുപ്തിയിൽ കർത്തൃത്വം കാണാത്തത് കൊണ്ട് മാത്രം ആത്മാവിന് കർത്തൃത്വം ഇല്ലെന്ന് പറയാൻ പാടില്ല. എങ്ങനെയെന്നാൽ ഉപാധ്യായന് അധ്യയനം ചെയ്യിക്കലിരുന്നാലും ശിഷ്യരില്ലാത്ത കാലത്തിൽ അത് കാണപ്പെടുന്നില്ല. അതുപോലെ സുഷുപ്തിയിൽ ആത്മാവിന് കർണങ്ങളുടെ സംബന്ധം ഇല്ലാത്തതിനാൽ കർണങ്ങൾ ഇരുന്നാലും ചെയ്യിക്കൽ കാണപ്പെടുകയില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ കർണങ്ങളുടെ സംബന്ധം ഇരിക്കിയാൽ കർത്തൃത്വം കാണപ്പെടുന്നു എന്ന് പറയാമല്ലോ. എന്നാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. എന്തെന്നാൽ ജാഗ്രത അവസ്ഥയിൽ ഉദാസീനനായും ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഒതുങ്ങിയിരിക്കുന്നവനായും തൂഷ്ണീം ഭാവം ഇരിക്കുമ്പോൾ കരണസംബന്ധം ഇരിക്കുന്നതിനാൽ കർത്തൃത്വം കാണപ്പെടണം. എന്നാൽ അങ്ങനെ കാണപ്പെടുന്നില്ല. ആകയാൽ ആകുന്തകമെന്നേ ചൊല്ലവേണം. ആത്മാവിൽ ഈ കർത്തൃത്വം വന്നു ചേർന്നതാണ്, അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അല്ല എന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അജ്ഞാനത്തിനാൽ രാഗദ്വേഷാദികളുടെ ചെയ്യുകയെ ആത്മാവിലും ആത്മാവിൻ്റെ അകർത്തൃത്വത്തെ രാഗദ്വേഷാദികളിലും വിളങ്ങുന്നു. എന്നാൽ അചേതനമായ രാഗദ്വേഷാദികൾക്ക് കർത്തൃത്വം എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണെങ്കിൽ ഒരു കുടം മറ്റൊരു കുടത്തെ ഉണ്ടാക്കുന്നത് അസംഭവ്യമാണ്. അങ്ങനെയാണെങ്കിലും ചില വിഷയത്തിൽ യോഗ്യത ഇരുപ്പതാൽ ഈ ജഡവും കൂടി പ്രേരിപ്പിക്കുന്നു, ചില വിഷയത്തിൽ യോഗ്യത ഇല്ലാത്തതിനാൽ പ്രേരിപ്പിക്കുന്നില്ല. എങ്ങനെയെന്നാൽ അഗ്നി ജഡമായിരുന്നാലും ഗന്ധകം മുതലായവയോട് കൂടി കരിപ്പൊടി മുതലായവയോട് ചേർന്നും ഇരിക്കുന്ന ബാണമരുന്നോട് സംബന്ധപ്പെട്ട നിമിഷത്തിൽ ബീരങ്കിയിൽ ഉള്ളിലിരുന്ന് വലിയ ഇരുമ്പ് ഗുണ്ടിനെ വെളിയിലേക്ക് തള്ളി വലിയ ചതുരംഗസേനയെ നാശം ചെയ്യുന്നു. ഇതുപോലെ രാഗദ്വേഷാദികൾ അചേതനമായാലും ചെയ്യിക്കുന്നതായിരിക്കുന്നു. എന്നാൽ ആത്മാ സർവേന്ദ്രിയാമി ഋഷികേശൻ ഇന്ദ്രിയങ്ങൾക്ക് നിയാമകൻ എന്നുള്ള ശ്രുതിക്കുള്ള താല്പര്യം എന്തെന്നാൽ സൂര്യനെപ്പോലെ സന്നിധി മാത്രത്താൽ സകല ജനങ്ങളുടെയും പുണ്യപാപ കർമ്മങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നതാണ്. അങ്ങനെയായാൽ ആത്മസന്നിധി മാത്രത്താൽ സകല പ്രാണികളുടെയും കർമ്മത്തിന് കാരണമാകുന്നില്ലേ? അതിനാൽ ആത്മാവിന് പുണ്യപാപ രൂപങ്ങളുടെ ഫലങ്ങൾ സംബന്ധം ഇരിക്കുമല്ലോ എന്നാണെങ്കിൽ ആദിത്യൻ തന്നോട് സന്നിധി മാത്രേണ സകല ജനങ്ങളുടെ പുണ്യപാപ കർമ്മങ്ങൾക്ക് അനുകൂലമായിരുന്നാലും ആ പുണ്യപാപങ്ങളും അവയുടെ ഫലങ്ങളും എങ്ങനെ ആദിത്യനെ ബാധിക്കുന്നില്ലയോ അങ്ങനെ ആത്മാവുമെന്നറിയുക. സന്നിധി മാത്രത്താൽ ഗാന്ധസന്നിധിയിലുള്ള ഇരുമ്പുവിൻ്റെ ചേഷ്ടകൾ ഗാന്ധത്തെ സ്പർശിക്കാത്തത് എങ്ങനെയോ അങ്ങനെ പ്രാണികർമ്മവും ആത്മാവിനെ സ്പർശിക്കയില്ല. അതിനാൽ ആത്മാവിൻ്റെ നിരഞ്ജനത്വം അഥവാ ഒന്നിലും ഒട്ടാത്ത സ്വഭാവം അഥവാ കൽമഷമറ്റ സ്വഭാവം, നിർവികാരത്വം ഇവകൾക്ക് മാറ്റമില്ല. ഇങ്ങനെയുള്ള പ്രസിദ്ധമായ ആത്മസ്വരൂപത്തെ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടാലും പ്രതിബന്ധത്രയത്തിനാൽ നിശ്ചയമുണ്ടാകുകയില്ല. ഇനി ആ പ്രതിബന്ധത്രയത്തെ പറ്റി പറയുന്നു. പ്രതിബന്ധത്രയം ഏതെന്നാൽ സംശയഭാവന, അസംഭാവന, വിപരീത ഭാവന എന്നിവയാകും. ഋഗ്വേദം മുതലായ ശാഖകളിൽ ചൊല്ലപ്പെട്ടിരിക്കുന്ന ഉപനയനം മുതലായ കർമ്മങ്ങൾ പല വിധമായിരിക്കുന്നത് പോലെ അവകളിൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ആത്മതത്വവും അനേക വിധമാണോ അല്ലയോ എന്നുണ്ടാകുന്ന സംശയമാണ് സംശയഭാവന. ഈ സംശയഭാവന സകലമായ വേദാന്ത താത്പര്യസ്വരൂപമായി ശ്രവണത്തിനാൽ നിവർത്തിക്കുന്നു. ഇങ്ങനെ സകല വേദാന്തങ്ങളുടെ താത്പര്യവും അദ്വൈത ബ്രഹ്മത്തിൽ തന്നെ എന്നുള്ള ശ്രവണത്തിനാൽ പ്രമാണ വിഷയത്തിലുള്ള സംശയം നീങ്ങിയാലും ജീവേശ്വരന്മാർ ജഗത്ത് ഇവകൾ പരസ്പരം ഭേദമുള്ളതായി പ്രത്യക്ഷമായി കാണപ്പെടുന്നതിനാൽ ഈ അദ്വൈതം എങ്ങനെ സംഭവിക്കുമെന്ന ബുദ്ധി അസംഭാവന എന്ന് ചൊല്ലപ്പെടുന്നു. ആ അസംഭാവന സ്വപ്ന ദൃഷ്ടാന്തം മുതലായ യുക്തിയെക്കൊണ്ട് മനനം ചെയ്വതിനാൽ നശിക്കുന്നു. ഇങ്ങനെ ശ്രവണ മനനങ്ങൾ ചെയ്താലും അനാദിയായ അവിദ്യാവാസനയാൽ സകല ജഗത്തും മുൻപ് പോലെ ശ്രവണ മനനത്തിന് മുമ്പിരുന്ന പോലെ സത്യമായി തോന്നുന്നത് തന്നെ വിപരീത ഭാവന. ഈ വിപരീത ഭാവന ബ്രഹ്മാകാര വൃത്തി അഥവാ ബ്രഹ്മാകാരമായി തീരൽ
ഒരു പ്രവാഹരൂപമായ ഇടവിടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജലമല്ലെങ്കിൽ ഇടവിടാത്ത തൈലധാര പോലെ ഇരിക്കുന്ന നിധിധ്യാസനത്താൽ അഥവാ ഇടവിടാത്ത ധ്യാന സമാധിയാൽ നശിക്കുന്നു. ഇങ്ങനെ പ്രതിബന്ധത്രയത്തെ നാശം ചെയ്യാതെ പോയാൽ എല്ലാറ്റിനെയും എരിക്കുന്നതായിരുന്നാലും അഗ്നിയായത് മണിമന്ത്രം മുതലായ പ്രതിബന്ധങ്ങളാൽ ഒരു തുരുമ്പ് പോലും എരിക്കുന്നതിന് ശക്തിയില്ലാതെ ആയിപ്പോകുന്നത് പോലെ ജ്ഞാനാഗ്നിയും പ്രതിബന്ധത്രയത്തിനാൽ തടുക്കപ്പെട്ടതായി അജ്ഞാനത്തെയും അതിൻ്റെ കാര്യങ്ങളെയും അല്പമെങ്കിലും എരിക്കാൻ ശക്തിയറ്റതായി തീരും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ പ്രതിബന്ധത്രയ നിവൃത്തിയാണ് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ഒരാൾ പരിഹരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് സംശയഭാവന. സംശയഭാവന ഈ ലോകത്തിൽ അനവധി ശാസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇത് ഒരേ ബ്രഹ്മത്തെ പറ്റിയാണോ പറയുന്നത്? അത് ഇനി വേറെ എന്തെങ്കിലും ആണോ? എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത് തന്നെയാണോ ആക്ച്വലി നമ്മുടെ ഇദ്ദേഹം താണ്ടവരായ സ്വാമിയോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇവരെല്ലാം പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് തോന്നുന്നതിനാണ് സംശയഭാവന. ഈ സംശയഭാവന സകലമാന വേദാന്ത താല്പര്യശ്രവണം കൊണ്ട് ഒരാൾക്കില്ലാതെ പോകും. രണ്ടാമത്തെ അസംഭാവന. അങ്ങനെ അദ്വൈത ബ്രഹ്മത്തിൽ തന്നെ എന്നുള്ള ശ്രവണത്തിനാൽ പ്രമാണ വിഷയത്തിലുള്ള സംശയം നീങ്ങിയാലും ഈ ജീവേശ്വരന്മാർ, ജഗത്ത് ഇവകൾ പരസ്പരം ഭേദമുള്ളതായി പ്രത്യക്ഷമായി തോന്നുന്നു, കാണപ്പെടുന്നതിനാൽ ഇത് ഈ അദ്വൈതം എങ്ങനെ സിദ്ധിക്കും? ഇപ്പം ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ഇതെല്ലാം പരസ്പരം വെവ്വേറെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അദ്വൈതം ഇതിൽ സിദ്ധിക്കുന്നത് എന്നുള്ള വരുന്ന അസംഭാവന എന്ന് പറയും. നേരത്തെ സംശയഭാവന, അസംഭാവന, വിപരീത ഭാവന. അപ്പോൾ ഇതാണ് അസംഭാവന. സ്വാമി പറയുന്നു, ഈ അസംഭാവന സ്വപ്ന ദൃഷ്ടാന്തം മുതലായ യുക്തികളെ കൊണ്ട് മനനം ചെയ്യുന്നതിനാൽ നശിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റേത് പറഞ്ഞു. ആദ്യത്തത് സംശയഭാവന ശ്രവണം കൊണ്ട്, വേദാന്ത താത്പര്യ ശ്രവണം കൊണ്ട് ഇല്ലാതെ പോകും. രണ്ടാമത് അസംഭാവന സ്വപ്ന ദൃഷ്ടാന്തം മുതലായ യുക്തികൾ കൊണ്ട് ഇതിനെ നിവർത്തിക്കുക. അതിന് മനനത്തിനെയാണ് സ്വപ്ന ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മൾ ഈ സത്യം പോലെ ഇരിക്കുന്ന ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. ഇതിൽ വെറും അറിവിൽ ഒരു ആരോപമായിട്ടിരിക്കുന്നു. ഈ ആത്മാവിൽ ഇതൊരു ആരോപമായിട്ടിരിക്കുന്നു. കാരണം ഞാൻ അറിയുക, കാണുക, അനുഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ എന്തായാലും അനുഭവിക്കുന്ന വസ്തു അനുഭവിക്കുന്ന ആളല്ലല്ലോ. ഇപ്പോൾ രണ്ടാണല്ലോ. ഈ കാണുന്ന ആൾ കാഴ്ചയല്ലല്ലോ. കാണുന്ന ആൾ കാഴ്ചയ്ക്ക് അന്യനാണല്ലോ. അതുപോലെ ഇതിനെ അറിയുന്ന ആൾ എന്തായാലും ഇതിന് വിലക്ഷണനാണ്. ആ രൂപത്തിൽ ഇതിനാണ് ലക്ഷണാവൃത്തി എന്ന് പറയുന്നത്. അതിന് അന്യമാണ്, എന്തായാലും അതല്ല. അപ്പോൾ അതിന് വ്യതിരിക്തമാണ്. ആ വ്യതിരിക്തമായിരിക്കുന്ന അതാണ് ഞാനെന്ന് അതിൽ ഉറയ്ക്കുന്നതിനെയാണ് അവിടെ പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ലോകം നമുക്ക് ചെയ്തിരിക്കുന്നത്, ഈ ജഗത്ത് നമുക്ക് ചെയ്തിരിക്കുന്നത്? ഇതിലോട്ടൊരു ആസക്തിയെ ജനിപ്പിച്ച് മനസ്സിനെ ബഹിർമുഖമാക്കി നിർത്തിയിരിക്കുന്നു. ജഗത്തെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പൊരുളുണ്ട്. ധനം, പിന്നെ ഈ പറഞ്ഞ ഭൂമി, അതല്ലേ, പൊന്ന്, നിലം, മാതം. നമ്മുടെ കൈവല്യം പറഞ്ഞിരിക്കുന്നത് പൊന്നില മാതം, പൊന്നിനോടുള്ള താല്പര്യം. നിലം, ഭൂമിയോടുള്ള താല്പര്യം. കാരണം ഇങ്ങനെ കുറേ വസ്തുക്കളൊക്കെ ധാരാളമായിട്ടുള്ള സമ്പാദിക്കണമെന്നൊക്കെ തോന്നുന്നു. മൂന്നാമത് സ്ത്രീകളോടുള്ള, പെണ്ണുങ്ങളോടുള്ള താല്പര്യം. ഇങ്ങനെ 3 രൂപത്തിൽ ഈ ലോകം നമ്മളെ, ഈ മനസ്സിനെ ആകർഷിച്ചിരിക്കണം. ആത്മാവിനെയല്ല ആകർഷിച്ചിരിക്കണം, ഈ മനസ്സിനെ ആകർഷിച്ചേക്കാണ്. ഈ മനസ്സിനെ ആകർഷിക്കുന്ന ഈ കാരണം വേണം തന്നെ അറിയാൻ. ഇത് തഥാകാരമായി തന്നെ അറിയിക്കുകയാണ് ചെയ്യുന്നത്, ബ്രഹ്മാകാരമായി ഇതിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ട. ആ കാരണത്തിന് എന്ത് പറ്റി? അതിനെ വെളിനോട്ടമായിപ്പോയി. വെളിനോട്ടം ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഇത് കഥയില്ലാത്ത കാര്യമാണെന്ന് സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ട് അവർ സ്ഥാപിക്കുന്നു. നീ നോക്ക്, ഈ ലോകത്ത് നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം വാസ്തവമാ പോലെ നമുക്ക് ഇരിക്കുന്നു. വേദം പറഞ്ഞിരിക്കുന്നു ഇത് വാസ്തവമല്ല, ഇതൊരു സ്വപ്നം പോലെ ഒന്നാണ്. അപ്പോൾ അതിനെ നിരാകരിക്കാൻ പറഞ്ഞ് സ്വപ്ന ദൃഷ്ടാന്തം പറഞ്ഞു. ഈ സ്വപ്നത്തിൽ ഒരു രാജാവായിട്ട് ഈ വാണതായിട്ടും അവിടെ നിന്ന്
പിന്നെ സ്ഥാനപ്രശ്നനായി പോയതായിട്ടും നീ വളരെയധികം ബുദ്ധിമുട്ടിയതായിട്ടും ഒക്കെ സ്വപ്നത്തിൽ കാണുന്നില്ലേ? ആ കാണുന്ന സമയത്തിന് നീ വാസ്തവം പോലെ കരഞ്ഞും ക്ലേശിച്ചും ഒക്കെ കഴിഞ്ഞില്ലേ? ഇതെല്ലാം പരമാർത്ഥമല്ലേ? അല്ലേ? വാസ്തവത്തിൽ വല്ലതും നടന്നിട്ടാണോ? അല്ല. അപ്പോൾ ഇതുപോലെ ഒരവസ്ഥ തന്നെയാണ് ഈ ജാഗ്രത. പിന്നെ ഇതിനെ അവർ പറഞ്ഞ് ധരിപ്പിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് ദീർഘസ്വപ്നം, ഒന്ന് ഒരു ഹ്രസ്വസ്വപ്നം. ഒരു സ്വപ്നം രാത്രി കിടക്കുമ്പോൾ തുടങ്ങി ഉണരുമ്പോൾ അവസാനിക്കില്ല. ഒരു സ്വപ്നം ജനിക്കുമ്പോൾ തുടങ്ങി മരിക്കുമ്പോൾ അവസാനിക്കില്ല. ഇത്ര വ്യത്യാസമുണ്ട്. മൃത്യോഹോർ അത്യന്ത വിസ്മൃതി. മൃത്യുവിനെ പറ്റി പറയുന്നത് എന്താണ്? അത്യന്ത വിസ്മൃതിയാണ് മൃത്യു എന്ന് പറയുന്നത്. താന് ആരെന്നോ, താൻ ആരുടെ മകനെന്നോ, താൻ ഇന്ന ആൾക്കാരുടെ അച്ഛനെന്നോ അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ, തനിക്ക് എത്ര വസ്തുക്കൾ ഉണ്ടായിരുന്നെന്നോ അതൊന്നോ ഇതൊന്നോ ഒന്നും ഓർമ്മയിൽ നിന്ന് പരിപൂർണമായിട്ട് എറേസ് ചെയ്ത് കളയുന്നതിനാണ് മരണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് പൂർവ്വജന്മം ഓർമ്മയുണ്ട് സാർ? ഇല്ല. കാരണം എന്താണ്? അത് മറന്നുപോയി. മറന്നിയാവുന്ന ഭയങ്കര ഒരു ഇതിൽ മാറ്റിപ്പോയി. ഈശ്വരനാണ് ഈ അനുഗ്രഹം ചെയ്തിരിക്കുന്നത്. ഗുരു നിന്ന ചെയ്താൽ, അവർ പറഞ്ഞത് ഗുരു നിന്ന ചെയ്താൽ ആ ശരീരം അഗ്നിയിലോ ജലത്തിലോ ഒടുക്കിക്കളയണം. കാരണം എന്താണ്? പിന്നെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത്ര പെട്ടെന്ന് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെ പരിപൂർണ വിസ്മൃതിയിൽ കൊണ്ടുവരാൻ വേണ്ടി. പരിപൂർണമായിട്ട് പണ്ട് കാലത്ത് കാശിയിൽ പോയിട്ട് ആളുകൾ മരിക്കുമായിരുന്നു. പറയുകയും ചെയ്തു, കാശിയിൽ മരിക്കണം, കാശിയിൽ മരിക്കുന്ന മുക്തിയാണ്. അത് എങ്ങനെ ആയിരിക്കണം? ബോധപൂർവ്വം പോയി മരിക്കണം. അല്ല എന്തെങ്കിലും ആ നിരാശകളിൽ പെട്ടു പോകുന്നതല്ല അത് പറയുന്നത്. അതിൻ്റെ കാരണം ഇതെല്ലാം മനസ്സിലാക്കി ഗൗരവത്തോടു കൂടി ചെയ്യുന്ന ഒരു കൃത്യം അത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പണ്ട് പതിവ്രതകളായിരിക്കുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ അഗ്നിപ്രവേശനം ചെയ്യും. ഇന്ന് അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുന്നു. അതെല്ലാം ഇതിൻ്റെ ചിട്ടകളാണ്. എന്താണ്? ഈ ശരീരം ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പുലർത്തുന്നത് എന്തിനു വേണ്ടി സുരേഷ്? ആത്മസാക്ഷാത്കാരത്തിനാണ്. ആത്മസാക്ഷാത്കാരത്തിന് അത് ഉപകരിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ബോധപൂർവ്വം ഉപേക്ഷിച്ച് നമ്മൾ അടുത്ത് പുതിയ ജന്മം സ്വീകരിച്ചോളണം. സിദ്ധാന്തമാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഭാരതീയ സിദ്ധാന്തം. ഇതൊക്കെ ആ പാശ്ചാത്യർ വന്ന് അവർക്ക് ഇതിൻ്റെ വ്യാപിക്കുക വല്ലതും അറിയാം. ഇത് എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ്? കൂടുതൽ ഉറങ്ങുക, ക്രീഡിക്കുക, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന് വേണ്ടിയിട്ട് അവർ നിയമം ഉണ്ടാക്കി. ഏത് സ്ത്രീകളെയും അവർക്ക് ഇതാക്കുക, അവർക്ക് വിവാഹം വേണ്ട, അവർ ലിവിങ് ടുഗദർ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ സിദ്ധാന്തങ്ങളുണ്ടാക്കി. നമ്മുടെ ഭാരതീയ പിന്നെ ടീച്ചർമാർ ചെയ്തിരിക്കുന്നത് ഓരോ ജീവനും മുക്തി അടയുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരത്തെ ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്ന മൂഢന്മാരെ എന്ത് പറയാൻ പറ്റും സാർ? ഇവിടെ അവർ ചെയ്തിരുന്ന അത്രയും പരമസത്യമായ കാര്യങ്ങളാണ്. അതിന് ഇപ്പോൾ കറക്ഷൻ ചെയ്ത് ഇവർ പറയുമ്പോൾ അവർ വളരെതാത്ത മനുസ്മൃതിയെ കത്തിച്ചു, ഗീത കത്തിക്കാൻ പോകണം. അപ്പം ഇങ്ങനെയൊക്കെ കുട്ടികൾ പലതും പറയുന്നത് കേട്ടെ നമ്മൾ എന്ത് പറയാം? അതുകൊണ്ടാണ് അറിവുള്ളവർ മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടതില്ല. കാരണം അവർക്ക് അടിപൊളിയാണ്. എല്ലാ ആചാരങ്ങളും നമ്മുടെ സംസ്കാരത്തിന് ഭാഗമാണ്. സംസ്കാരത്തിലെ ഒരു ലക്ഷ്യത്തെ ഊന്നിയാണ് ഈ സംസ്കാരം ഇതിൽ രൂപപ്പെട്ടത്, ഈ സനാതന സംസ്കാരം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് 3 തരം ദോഷങ്ങളാണ് ഇതിൽ കടന്നുകൂടുന്നത്. ഏതിന്? ആത്മസാക്ഷാത്കാരത്തിന് വിപരീതമായിട്ട്. അതിൽ ഒന്ന് സംശയഭാവന, അസംഭാവന, വിപരീത ഭാവന. നമ്മളിപ്പോൾ സംശയഭാവനയെ നമുക്ക് പറഞ്ഞു സകലമാന വേദാന്ത ശാസ്ത്ര നിശ്ചയം പിന്നെ ശ്രവണം കൊണ്ട് നിവർത്തിക്കപ്പെടും. രണ്ടാമത് പറഞ്ഞു സംശയഭാവന ഈ പറഞ്ഞ സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ട് നിവർത്തിക്കപ്പെടും. പിന്നെ അസംഭാവന ഇതാണ്. അസംഭാവന പറയുന്നത് വെച്ചാൽ ഈ ജഗത്ത്, ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ഇങ്ങനെ 3ആയിട്ട് നിൽക്കുന്ന ഇതെങ്ങനെയാണ് ഇതിൽ അദ്വൈതമായിട്ട് പറയാൻ പറ്റുന്നത്?
വാസ്തവത്തിൽ ഇത് ഒന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈശ്വരനും ജീവനും ജഗത്തും ഒന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വാസ്തവം അതാണ്, ഇതൊന്നും ഒന്ന് തന്നെ. ഈ ജീവനും ഈശ്വരനും ജഗത്തും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. ഇതിൽ സംശയം വരുന്നതിനെയാണ് അസംഭാവന എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ഇത് മൂന്നും ഒന്നാണെന്ന് അറിയുന്ന രൂപത്തിൽ അസംഭാവന നീങ്ങും. ഇതെങ്ങനെ ഒന്നാണെന്ന് അറിയും? സാധാരണ യുക്തിയിൽ എങ്ങനെ ഒന്നാണെന്ന് അറിയും? ഇത് മൂന്നല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇതിൻ്റെ ലക്ഷണാവൃത്തിയില്ല. ഇതിനെ ആരാഞ്ഞാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും ചൈതന്യ ഭാഗത്തെ എടുത്ത് പരിശോധിച്ചാൽ ഇതൊന്നാണെന്ന് കാണാം. ആ 9 ലക്ഷ്യമായിരുന്നതും തൽപ്പത് ലക്ഷ്യമായിരുന്നതും ഒന്നെന്ന് തന്നെ കാണാം. അപ്പം ഈ രൂപത്തിൽ ഇത് ഒന്നാണെന്നുള്ള നിശ്ചയം, ഇതിനെയാണ് തത്വമസി വിചാരമായിട്ടാണ് ഈ ഭാഗത്തെ നമ്മൾ കാണേണ്ടത്. ആ ലക്ഷ്യാർത്ഥ ബോധകം ചെയ്യുന്ന രൂപത്തിൽ ഇതിൽ സാക്ഷാത്കാര ജ്ഞാനം ഉണ്ടായി ജീവൻ മുക്തി പദവിയായി ഒരാൾ. ഇതിനെയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇങ്ങനെ വന്നാലും ആ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന ആൾക്ക് വീണ്ടും ഈ ലോകം പഴയതുപോലെ കാണാൻ, അതുപോലെ വ്യവഹാരമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതാണ് വിപരീത ഭാവനയായിട്ട് പറഞ്ഞത്. കാരണം അവിടെ മാറിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ അസമാധി അനുഭവം തുടർന്ന് നിൽക്കുന്നില്ല. ഇതാണ് വിപരീത ഭാവന. ഈ വിപരീത ഭാവന തൈലധാര പോലെയുള്ള നിധിധ്യാസനം കൊണ്ട് നിവർത്തിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇടവിടാതെ തൈലധാര പോലെയുള്ള നിധിധ്യാസനം, സമാധി പഴക്കം, സവികൽപ്പ സമാധിയുടെ പഴക്കം കൊണ്ട് ഇത് മാറിക്കിട്ടും. ആ നിർവികൽപ്പ നില ഇതിൽ ഉറച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഉണർന്നാലും സമാധിയിലിരുന്നാലും ഒരേ അനുഭവം. അവരെയാണ് സ്ഥിതപ്രജ്ഞർ എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞർ, ഇത് ഗീതയിലും മറ്റും ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ഥിതപ്രജ്ഞർ എന്നാണ്. മറ്റവരെല്ലാം അഭ്യാസികളാണ്, ആരൂഢരല്ല. അപ്പോൾ ആരൂഢ പദവിയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയുമായിട്ടും ഇതിനെ എടുക്കാം. അതായത് സംശയഭാവന, അസംഭാവന, വിപരീത ഭാവന, ഈ മൂന്നെണ്ണമാണ് ഇതിനെ വിഘ്നം ചെയ്ത് നിൽക്കുന്നത്. ഈ വിഘ്നത്തിനെ എങ്ങനെ കെടുക്കാമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ശ്രവണം കൊണ്ടും മനനം കൊണ്ടും നിധിധ്യാസനം കൊണ്ടുമാണ് ഇതിനെ കെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരം ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് ഇങ്ങനെ ചിരകാലം നിന്നാൽ അവർ പറയുന്നു ആ സ്ഥിതപ്രജ്ഞ ഇതിൽ, ആരൂഢ പദവി ഇതിൽ ദൃഢമാകും. ഇവരെയൊക്കെയാണ് മഹത്തുക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നല്ല പണിയെടുക്കാനുണ്ട് കേട്ടോ. ഇത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ധാരാളം മായാകാര്യങ്ങളിൽ ബന്ധം വച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ വിഷമവും. എന്നാൽ അതെല്ലാം കുറഞ്ഞിരിക്കുന്നവർക്ക് അനായാസമായിട്ട് സാധിക്കുന്നതുമായ ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് വേദം പറഞ്ഞു പോകുന്നത്. അപ്പം ഇതെല്ലാം കാണപ്പെടുന്ന കാര്യങ്ങളാണ്. ഈശ്വരനായാലും ജീവനായാലും ഈ ജഗത്തായാലും ഇതിൽ വന്നിട്ട് പോകുന്ന സാധനങ്ങളാണ്. അവർ പറഞ്ഞു, എവിടെ ജീവനുണ്ടോ അവിടെ ഈശ്വരനുണ്ട് ജഗത്തും. എവിടെ ജീവനുണ്ടോ ആ ജീവന്റെ അതിൻ്റെ ഫലത്തെ കൊടുക്കുന്ന ഈശ്വരനും വിഷയങ്ങളും അവിടെ ഉണ്ട്. ഈ ജഗത്ത് വിഷയമായിട്ട് നിൽക്കുക, ജീവൻ അതിനെ ഉണ്ണുന്ന ആളായിട്ട്, ഇതിന് ഫലം കൊടുക്കുന്ന ആൾ ഈശ്വരനായിട്ട് നിൽക്കും. ഇതിന് ത്രിപുടിയായിട്ട് നിൽക്കുമെന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ത്രിപുടി രൂപമായിട്ട് ഇത് എപ്പോഴും വിളയാടിയിട്ടിരിക്കും. ഇതിൽ മുഖ്യമാരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ജീവേശ്വര ജഗത്തിനെ അറിയുന്ന ആളാണ്. ഇതിനെ അറിഞ്ഞ് പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ഞാനാണ് ഇതിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്.
അതിപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ശരീരത്തോടു കൂടിയൊക്കെ നമുക്ക് അങ്ങനെ കലർന്ന് കിടക്കുന്നത് എന്തുകൊണ്ട് അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ആ പരിശുദ്ധമായ നിർമ്മലമായ ബോധമാണ് താനെന്ന് അറിയുന്നത് വരയ്ക്കും ഇതിലെല്ലാം ഒരു മാലിന്യം ഇങ്ങനെ തുടർന്നു നിൽക്കും. അതിന് പറയുന്നത് അത് എന്തുകൊണ്ടത് അതിന് നിവർത്തിക്കാമെന്ന് ചോദിച്ചാൽ ഈ 3 പ്രതിബന്ധങ്ങൾ ത്രയങ്ങളെയും നിങ്ങൾ നിവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ ആ അദ്വൈതമായിരിക്കുന്ന ആ സത്യമായിരിക്കുന്ന പൊരുൾ ഉപലക്ഷിക്കാൻ പറ്റും. അങ്ങനെ സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ട് പറയാൻ കാരണം സ്വപ്നത്തിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടതെല്ലാം വിധിയെന്ന് നമുക്ക് ആരും പറഞ്ഞ പിന്നെ ഒരു യുക്തിയും പറയാതെ തന്നെ നമുക്ക് നിരാകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ജാഗ്രതയിലുള്ളതിനെ നിരാകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ആ സ്വപ്ന ദൃഷ്ടാന്തം ഉപയോഗപ്പെട്ടു. ഇതിൻ്റെ ഫലം എന്താണ്? അസംഭാവന നീങ്ങി. അപ്പോൾ 2 നീങ്ങി. ഇനി ഒരു പറയുന്നു ഇതെല്ലാം ഇങ്ങനെയൊക്കെ നീങ്ങി വന്നാലും വീണ്ടും കണ്ണു തുറന്ന് വ്യവഹാര മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ഇതെല്ലാം പഴയതുപോലെ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. അതായത് ഒരു സമാധി ഉണ്ടായ ഒരാൾക്ക് ഒരു സമാധി ഉണ്ടെന്ന് ഒന്നും മാറിക്കാണില്ല. പലർക്കും ഇതൊക്കെ ചെറിയ തോതിൽ ഒരു അനുഭവത്തിൽ വന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ ഇതിൽ പിടിച്ച് നിൽക്കും. മറ്റേ അല്ലാത്തവർ ഇതിൽ നിൽക്കാൻ പറ്റില്ല. ഒരു സമാധിയോ 2 സമാധിയോ കൊണ്ട് തീരില്ല. വീണ്ടും പഴയത് കണക്ക് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. അത് പറയുന്നു ഇടപെടാത്ത ധ്യാനത്തിൽ തൈലധാര പോലെയുള്ള നിധിധ്യാസനത്താൽ ഈ പറയുന്ന 3ാമത്തെ പ്രതിബന്ധം വിപരീത ഭാവന നീക്കാൻ. വിപരീത ഭാവന എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് നടക്കുമ്പോഴും എല്ലാം അദ്വൈതമായിട്ട് കാണാനുള്ള ശേഷി ഉണ്ടാകും. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതാ ഒരു വിരോധി നിൽക്കുന്നു, ഒരു സ്നേഹിതൻ നിൽക്കുന്നു, ഒരു എൻ്റെ മകൻ നിൽക്കുന്നു, വേറൊരാൾ നിൽക്കുന്നു. ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന രൂപം ഇതിൽ അസ്തമിക്കുന്നത് തന്നെ അദ്വൈതമായിട്ട് കാണുന്നത് പറ്റുമോ സുരേഷ്? പറ്റും. മനസ്സിൽ ഇത് സ്വീകരിക്കാതിരുന്നാൽ മതി. ഉപലബ്ധമായി ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവായിട്ട് ചേർന്നാൽ മതി. അതിന് വികാരങ്ങളില്ല, നിർവികാരമാണ്. അതിന് എൻ്റെ നിന്നോ ഞാനെന്നോ ഉള്ള ഭാവങ്ങളില്ല. അതിന് കേവലം അറിവാണ്. ഇതിനെയാണ് അദ്വൈതം എന്ന് പറഞ്ഞത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ അടിക്ക് നമ്മൾ നോക്കുകയല്ല, സ്കാനാണ്. സ്കാൻ ചെയ്യരുത്. അവർക്ക് ആ ജ്ഞാനികളെ സംബന്ധിച്ച് സ്കാനിങ് ആണ് അവരുടെ ഇത്. ഓരോ ദീപപുഞ്ചങ്ങളാണ് എല്ലാവരും. മനസ്സിലായി? സ്വാമി ഒരു പദ്ധതി കൂടെ പറഞ്ഞില്ല, തേജോ പുഞ്ചങ്ങളാണ്, ആത്മസ്വരൂപമാണെന്ന് ഇരിക്കുന്നത്. പക്ഷെ തിരിച്ചറിയാതെ താൻ സർവത്ര പരിപൂർണമായിട്ട് പിന്നെ തൃപ്തനായിട്ട് മുക്തനായിട്ട് ഇരിക്കുന്നതിനെ അറിയുന്നില്ല. അറിയാതിരിക്കുന്നത് അജ്ഞാനം. ഇതാണ് തൻ്റെ സ്ഥിതി. ഈ സ്ഥിതിയെ ഒരു ഗുരു ബോധിപ്പിച്ചാലേ അറിയാൻ പറ്റും. അങ്ങനെ ഗുരുശാസ്ത്രങ്ങൾ, വേദാന്ത ശാസ്ത്രങ്ങൾ ഇതിനെ ബോധിപ്പിക്കുക. ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച് കാണിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് അതിൻ്റെ പരമാർത്ഥം. ആ പരമാർത്ഥത്തെ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ അത് ധ്യാനിച്ച് നിൽക്കുന്ന ഒരു രൂപം നമുക്ക് വന്നാൽ മതി. ഇത് തന്നെയാണ് തൈലധാര പോലെയുള്ള നിധിധ്യാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രവണം, ആ ശ്രവണത്തിന് മനനം കൊണ്ട് അല്പം കൂടെ സമ്പുഷ്ടമാക്കി അങ്ങനെയുള്ള ആ ഇരിപ്പാണ് ഇതിന് നിധിധ്യാസം. എന്താണ് മനനം ചെയ്യേണ്ടത്? ശ്രവണം ചെയ്തത് യുക്തിഭദ്രമായിട്ട് കൊണ്ടുവരുന്നതാണ് മനനം. വാസ്തവം അവർ പറഞ്ഞു, ഇത് ഒരു ദീർഘസ്വപ്നമാണ് ഈ ജഗം. കൈവലത്തിലൊരു പദ്യം തന്നെ ഇങ്ങനെയുണ്ട്: ദീർഘസ്വപ്നം ജഗം, വന്നതും പാരാമൽ, പോന്നതും നനയാമൽ, ബോധമായി പൂർണ്ണമായി ഇരുപ്പായി. നീ നിന്റെ യഥാർത്ഥ സ്വരൂപമായിട്ടിരി. നീ പിന്നെ ദീർഘസ്വപ്നമായിരിക്കുന്ന ഈ ജഗത്തോട് നീ നിന്റെ മനസ്സിനെ ചേർത്ത്. പറഞ്ഞില്ല, ജഡത്തോട് മനസ്സ് ചേർന്നാൽ ജഡമായി പോകും, മനസ്സും ജഡമായി. ആ ചൈതന്യത്തോട് ചേർക്കുക. ഇത് എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ആ ചൈതന്യത്തോട് തന്നെ ചേർത്ത, മനസ്സിനെ ചേർത്തിരിക്കുന്ന ഒരു രൂപം നീ കൈക്കൊണ്ടാൽ വിജയിച്ചു. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യവും.
അതിന് വേണ്ട എന്താണ്? ആദ്യം നമുക്ക് ഈ യുക്തിഭദ്രമായിട്ട് ഇതിനെ ചിന്തിക്കുക. കാരണം ഇത് നമുക്ക് ഈ വെളിയിലേക്ക് നിൽക്കുന്ന ഈ സ്വഭാവം, ഈ ലോകം സത്യബുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതിനെ നിരാകരിച്ചേ പറ്റൂ. നമ്മൾ അങ്ങോട്ട് ആകർഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തു പറ്റി? മനസ്സെപ്പോഴും ബഹിർമുഖമാണ്. അങ്ങനെ ദുർബലമായിരിക്കുന്ന അല്ലെങ്കിൽ മാലിന്യമായിരിക്കുന്ന ഈ കരണം കൊണ്ട് ആത്മസാക്ഷാത്കാരം ചെയ്യാൻ ഒക്കില്ല. അതിന് ഗുരുദേവൻ പറയും പോലെ കനിവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. എന്നാണ് നിത്യാസനം പറഞ്ഞത്. ഇങ്ങനെ ഓരോന്നും ഈ ഒരു സംഭവം, ഈ കാര്യത്തെ നമുക്ക് വീണ്ടും നമുക്ക് ബോധിക്കാതിരിക്കാൻ കാരണം എന്താണ്? നമുക്ക് അതിനോടുള്ള ശ്രദ്ധയില്ലായ്മ, മാത്രമല്ല അതിനോടുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ എന്തോ അത് നമ്മുടെ പുണ്യക്കുറവെന്ന് ഒറ്റയടിക്ക് പറയണമെങ്കിൽ പുണ്യക്കുറവ്. അത് എന്തോ അത് തിരസ്കരിക്കുന്നു, അത് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല ഈ കാര്യങ്ങൾ. ഇതിനെ അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള പുണ്യവും ഉണ്ടായിക്കോളണം. പറഞ്ഞില്ലേ, വ്യാസഭഗവാൻ ഭാഗവതം എല്ലാം എഴുതിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം എഴുതിയിട്ട് പറഞ്ഞു, വ്യാസൻ ചൊന്നത് 2 താൻ. എല്ലാം എഴുതിയതിന് ശേഷം വ്യാസൻ ഒരു കാര്യം പറഞ്ഞു, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. നമ്മൾ ആദ്യത്തെ സ്ഥൂലാർത്ഥത്തിൽ പറഞ്ഞാൽ അന്യർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കുക, എല്ലാവർക്കും ഇഷ്ടംപോലെ സേവകൾ ചെയ്തു കൊടുക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ സ്ഥൂലാർത്ഥം. പറയാം, സൂക്ഷ്മത്തിലെ അർത്ഥം പറയണം. സാധാരണ രീതിയിൽ പാപപുണ്യങ്ങൾ പറയുന്നത് ഈശ്വരനെ സ്മരിക്കണതാണ് പുണ്യം, ഈശ്വരനെ മറക്കണത് പാപം. ഈശ്വരാഭിമുഖമായി ജീവിക്കുന്നത് പുണ്യം, ഈശ്വര നിന്ദയോടുകൂടി ഇരിക്കുന്നത് പാപം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഈശ്വരനെ അന്യപ്പെടുത്തി പറഞ്ഞതാണ്. നമുക്കിവിടെ ജ്ഞാനത്തിൽ വരുമ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ഒരുപാട് അല്ലേ. അപ്പൊ ഇവിടെ ആ പരന് ഉപകാരമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന് നിഷേധമായിരിക്കുന്ന മറ്റൊന്നും വന്ന് ചേരാതെ കേവലം ബ്രഹ്മരൂപമായിട്ട് ആത്മസ്വരൂപമായിട്ട് ഇരിക്കുന്ന ഒരു ഇരുപ്പ് തന്നെ ആവശ്യം. ഇതാണ് പുണ്യം. മനസ്സുമാണല്ലോ സാർ ഇതിന് വന്നിട്ട് ഇതിനെ കെടുത്തി കളയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഈ മനസ്സാണ്. ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? വാസനാഗതമായിട്ട് പ്രവർത്തിക്കുന്നു. മനസ്സ് ഏതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു? ഈ വിഷയങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ഏത് രൂപത്തിലും ഈ മനസ്സ് ഇതിൽ വിക്ഷേപമായിട്ട് നിൽക്കുകയാണ്. ഇതിനെ തടുക്കണം. ഇതിനെ തടുക്കാൻ എന്ത് ചെയ്യാം? ആ പരമാർത്ഥത്തെ ബോധിച്ചാൽ മതി. ഇത് പോവും, ഈ ഇത് കെട്ടുപോകും. ചിന്മയ സ്വാമി നമ്മളോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഈ മൂലാധാരത്തിൽ കുണ്ടലിനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അതിന് താഴെയാണ്. ഇതിനെ അല്പം ഉയർത്തിയാൽ നമുക്ക് നമ്മുടെ ഈ ലോകത്തോടുള്ള നമ്മളുടെ ഈ അനുഭവം മാറും. ലോകാനുഭവം ഇപ്പം നമുക്ക് ഭയങ്കര സ്പർശമായിട്ട് ഇരിക്കുകയാണ്. ഓരോന്നിലും വികാരങ്ങൾ ഉണ്ടാവുന്ന വിധത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അധോഗതിയിൽ ജീവൻ കിടക്കുകയാണ്. ഒരല്പം ഒന്ന് പിടിച്ചു പൊക്കണം. ഇത് ഗുരുക്കന്മാർക്ക് സാധിക്കും, അവരെ സാന്നിധ്യത്തിൽ സാധിക്കും. ഏതെല്ലാം തരത്തിലുള്ള വാസനാരൂപമായിട്ട് ഒരാൾ നിന്നാലും ഒരു മഹാത്മാവിൻ്റെ അടുത്ത് വന്നാൽ ഇതെല്ലാം വിസ്മരിച്ച് അയാൾക്ക് എത്രയോ സമയം നിൽക്കാൻ സാധിക്കും. ഇല്ല അജയ, അതാണ് ഇതിലെ മാഹാത്മ്യം. ഇതാണ് സത്സംഗത്തിൻ്റെ മാഹാത്മ്യം. എന്തൊക്കെയോ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ അയാൾക്ക് സ്വയമായിട്ട് നിവർത്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ആ സന്നിധി മാഹാത്മ്യം കൊണ്ട് നിവർത്തിക്കപ്പെട്ടതുപോലെ ഇരിക്കും. പക്ഷെ ആ നിവർത്തിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന നമ്മൾ ചിന്മൻസ്വാമി പറഞ്ഞത് തന്നെ ഞാൻ പറയുന്നു. പറയുന്നുണ്ട്, നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളെല്ലാം പൂർണ്ണമായും എല്ലാം വിസ്മരിച്ച് സ്വാഭാവികമായ നിലയിലേക്ക് നിങ്ങൾ ഇരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ശരിക്കുള്ള നിങ്ങളുടെ നില. പക്ഷെ നിങ്ങൾക്കിത് എന്നെ കൂടാതെ പറ്റണം. എന്നെ കൂടാതെ ഞാനിതിൽ കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കണം. അതിനെന്ത് ചെയ്യണം? ഉപാധി സ്വീകരിച്ചാണ്. ഇപ്പോൾ സ്വാമിയാവുന്ന ഉപാധിയിലാണ് നമ്മളിപ്പോൾ അങ്ങനെ പോയി ചെയ്യുന്നത്. സ്വയമായിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട് എന്താണ് തടസ്സം എന്നുള്ള അവരവർ വിവേകിച്ച് മാറ്റിക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ശീലിക്കുക.
ശീലിക്കുമ്പോൾ നമുക്ക് ആ തടസ്സം വരുന്നതിനെ നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല പോലെ വിചാരം ചെയ്ത് അതിനെ ഇല്ലായ്മ ചെയ്യണം. അതാണ് സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ട് ആ യുക്തിയെ കൊണ്ട് ഇതിനെ എടുത്തു കളയാൻ പറഞ്ഞ് അദ്വൈതമായിട്ട് കാണണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ട് ഇതിലോട്ട് താല്പര്യം വരുന്നത് വെച്ചാൽ ഇത് ദ്വൈതമായി കാണുന്നതുകൊണ്ടാണ്. ഞാൻ തന്നെയാണ് എല്ലാമായി നിൽക്കുന്നതൊന്നും എല്ലാമായി ഇരിക്കുന്നതൊന്നുമുള്ള ഒരു ബുദ്ധിയെ നമ്മൾ ആദ്യം കൊണ്ടുവരണം. പിന്നീട് അത് നല്ലതുപോലെ നോക്കിക്കണ്ടാൽ വാസ്തവം ഒന്ന് കാണാൻ സാധിക്കും. അത് തന്നെ അനുഭവം എന്നുള്ള വേറെ ഒന്നുമല്ല സുരേഷ്. വേറെ എന്തെങ്കിലും ഒരു പുതിയ ഒരു സംഭവം വന്ന് ചേരുന്നതല്ല. പറഞ്ഞില്ല, ഈ അർത്ഥശാസ്ത്രത്തിനോട് നമുക്കൊരാൾക്ക് അയാൾക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റില്ല. ഇതൊരു സ്വാഭാവിക നിലയാണ്. സ്വാഭാവിക നില നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തരുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതയില്ല. മഹത്തുക്കളെല്ലാം ഒരു പ്രത്യേകതയില്ലാത്ത ആ നിലയെ അവർ അച്ചീവ് ചെയ്തവരാണ്. അതാണ് തൻ്റെ യഥാർത്ഥ രൂപം അവർക്ക് കരുതലാമലകം പോലെ വിളങ്ങി എന്ന് പറയുന്നത്. ഒരു തടസ്സമില്ലാതെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലും അറിഞ്ഞൂട. പക്ഷെ അവർക്ക് അറിയുന്ന ആരാണ്? അവരുടെ ഗുരുക്കന്മാർക്കറിയാം. സ്വാമി പോയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയാൻ കാരണങ്ങളുണ്ട് ഒരുപാട്. തിരുമേസ്വാമികൾ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ സ്വാമിമാരിയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടാണ് പോയിരിക്കുന്നത്. പോത്തങ്കോട് അപ്പോൾ ഒരു സ്വാമി ഉണ്ടായിരുന്നു, വലിയൊരു സ്വാമി പേരിക്ക വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്നു. കൂടുതലൊന്നും ആയില്ല അപ്പോഴൊന്നും. അദ്ദേഹം ഈ രീതിയിലൊക്കെ അങ്ങ് വലിയ ലെവലിലൊന്നും ആയില്ല. അപ്പോൾ ആ പ്രാരംഭ കാലങ്ങളിലാണ്. ഉടനെ തന്നെ അദ്ദേഹം വലിയ ഒരു കട്ടിൽ, അതേ ഇരിക്കുന്നത് കട്ടിൽ സാധാരണ തട്ടുപടിയാണ്, ഇത്ര പൊക്കമുള്ള തട്ടുപടി. ചാടി എന്ന് കയറി ഇരിക്കാം. അങ്ങനെയാണ് സ്വാമി കാണാൻ വരുന്നവർ തറയിരിക്കണം. സ്വാമി ഇരിക്കുന്നത് തട്ടുപടിയുടെ മുകളിലാണ്, ഏറ്റവും വലിയ പൊക്കത്തിലാണ്. ചിന്താനി സ്വാമി കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ചാടിയെന്ന് തറയാറില്ല. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ സ്ഥാനം ഇതാണെന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത് അവിടെ ഇരിക്കുന്നത്. അവരൊക്കെ സിദ്ധന്മാരാണ്, അവർക്ക് അറിയാം. അവർക്ക് അപ്പം യഥാർത്ഥത്തിൽ ഇവരുടെ അനുഭവം ഇവർക്ക് അറിഞ്ഞുകൊണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അതേ എന്ന് വെച്ചാൽ സ്വാഭാവിക നിലയിൽ നമുക്കൊന്നും അറിയാൻ കുഴപ്പമില്ല. ഇപ്പം തണുപ്പത്ത് തന്നെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് തണുപ്പ് അവർക്ക് അറിഞ്ഞൂടെ. എന്താണ് വെയിലത്തിറങ്ങുമ്പോഴാണ് തണുപ്പിനെ പറ്റി അറിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്പയർ ചെയ്തുള്ള ഒരു ജ്ഞാനം, ഒരറിവ് ഇവർക്ക് നഷ്ടപ്പെട്ടു. ഇവരാ സ്വാഭാവിക നിലയിലേക്ക് ചെന്നിട്ടാണ്. എത്രയോ സ്ഥലങ്ങളിൽ സ്വാമിയെ പറ്റി ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും സ്വാമിയൊക്കെ അതിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷെ നമുക്കറിഞ്ഞൂടാ. കാരണം നമുക്കതിനെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവില്ല. നമുക്ക് അതിൻ്റെ അനുഭവം വരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അറിഞ്ഞത്. തിരുപ്രാശാന്ത ഗുരു എങ്ങനെയാണ് കെട്ടിപ്പിടിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞുള്ളൂ. ഇല്ലല്ലോ മോനെ, അത് തന്നെ മോനെ വസ്തു, അത് തന്നെ മോനെ, അത് തന്നെ, വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ പിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ സദാ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വന്ന് റൂമിൽ വന്നിട്ട് മോനെ വളരെ നന്നായിരുന്നു, മോൻ ജപിച്ചത് വളരെ നന്നായിരുന്നു, ഗണപതി ഉപനിഷത്ത് ജപിച്ചു അല്ലേ, കൊള്ളാം, നന്നായിരുന്നു, ഞാൻ കേട്ടു. സ്വാമി പറഞ്ഞ ഇദ്ദേഹം പറയണത്, മനസ്സിൽ പറയണത് ആരോഗ്യം കേൾക്കാനൊന്നും ഒന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു എന്നുള്ള എടുക്കേണ്ടത്. അപ്പോൾ ആ ദൃഷ്ടി, അങ്ങനെയുള്ള ജ്ഞാനദൃഷ്ടിയുള്ളവർക്കൊക്കെ അറിയാം. കൂടുതലാണ് അവർക്കറിഞ്ഞൂടാ, അവരെ പറ്റി അറിഞ്ഞൂടാ. ഇതുപോലെയാണ് ഈ സ്വാഭാവിക നില വന്നാൽ ഒരാൾക്ക് അറിയാനൊക്കില്ല. എന്നാൽ അവരുടെ സാന്നിധ്യം കൊണ്ട് മറ്റാളുകൾക്ക് അറിയാൻ പറ്റും. ഏത് മഹാത്മാവിൻ്റെ സമീപത്തിരിക്കുമ്പോൾ സകല ജഗത്ത് ഈ വിഷയചിന്തകൾ ഇല്ലാതെ പോകുമ്പോൾ അവർ മഹാത്മാവാണ്. ഏതൊരാളിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ വിഷയചിന്തകളെല്ലാം വളരെ ഘടാൽ വന്ന് പിടികൂടുന്നു, അത് നല്ല ആളല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിധവും ഇതാണ് ഈ പറയുന്നത്. മഹാത്മാക്കളുടെ അടുത്തിരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ 3 പ്രതിബന്ധങ്ങളെ നിവർത്തിക്കാനുള്ള ഒരു വഴി പറഞ്ഞിരിക്കുകയാണ്. ഇത് 3ാമത്തെ പ്രതിബന്ധം അതിശക്തമാണ്. കാരണം നമുക്ക് കണ്ണു തുറന്നേ നടക്കാൻ ഒക്കൂ. വ്യവഹരിക്കണമെങ്കിൽ കണ്ണടച്ച് വയ്ക്കാൻ ഒക്കില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകം വീണ്ടും കാണാനിടയാവും, ഇന്ദ്രിയങ്ങളാൽ ഇതിന് ഇതുമായിട്ട് ബന്ധം വരും. അപ്പോൾ വീണ്ടും പഴയ കണക്ക് തന്നെ വരും. പലർക്കും വരണം അതാണ്. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ആ നിധിധ്യാസനം പൂർണ്ണമാക്കി ഇതിലേക്ക് ഇരിപ്പ് ഉറച്ചില്ല. ഇവരെ ആരും ഒരു പറയും ഇവരാരും ഉറയ്ക്കാത്തവരെന്ന്. ഉറച്ചില്ല, ഇരിപ്പ് ഉറച്ചില്ല എന്ന്. അതിലിരിക്കണം. അതിലിരിക്കുന്ന വരെ നിധിധ്യാസനം ഇതിൽ ഒരു. അപ്പോഴെന്താ നമുക്കിതിന് തടസ്സം എന്താണ് സുരേഷ്? രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാകാനുള്ള വഴി വരരുത്. ഒരു ശബ്ദം കേൾക്കുക, ഒരു കാഴ്ച കാണുക, ഒരു സ്പർശം ഉണ്ടാവുക, ഒരു ഗന്ധം വരിക, ഇങ്ങനെ 5 രൂപത്തിൽ ഈ മനസ്സ് വെളിയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സെന്ന് വെച്ചാൽ വൃത്തികളാണ്, വൃത്തികളെയാണ് മനസ്സെന്ന് പറയുന്നത്. ഇതിനെ തടയാൻ പറ്റുമോ സാറ്? നമുക്ക് എങ്ങനെ പറ്റും സാർ? എങ്ങനെ തടയാം സാർ? പറയാം. എങ്ങനെ? ഈശ്വര സ്മരണ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനെ തടയാൻ ഒരു ബലാത്കാരമല്ല ചെയ്യാനുള്ളത്, മറിച്ച് ആ ലക്ഷ്യത്തിൽ ആ പരമാത്മ സ്വരൂപത്തെ നല്ലതുപോലെ ധ്യാനിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ലക്ഷ്യത്തിലേക്ക് നോട്ടം വന്നാൽ അതെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അധിഷ്ഠാനത്തിലേക്ക് ഒരാരാഴ്ച വന്നാൽ മതി. വന്നില്ല. ഇപ്പം നമുക്കറിയാം കാറിൻ്റെ വെളിച്ചത്തിൽ കയറിൽ ഒരു പാമ്പിനെ തോന്നിയിരുന്നു. വാസ്തവത്തിൽ നമുക്കറിയാം കയറല്ലാതെ വേറെ അവിടെ ഒന്നുമില്ല, പാമ്പെന്നുള്ള ഒരു തോന്നലായിട്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ കയറിനെ കാണാൻ പറ്റുന്നത്? ഈ പാമ്പിനെ മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ പാമ്പിൻ്റെ ചിന്ത വിടുക. ഇത് അങ്ങനെ ഒരു ഭ്രമമാണ്, കേവലം ഒരു ഭ്രമമാണെന്നുള്ള നിലയിൽ ഇതിനെ കൊണ്ടുവന്നാൽ അധിഷ്ഠാനമായിരിക്കുന്ന കയർ സ്വാഭാവികമായിട്ട് പ്രത്യക്ഷമാവും. നമ്മൾ പറയും വെളിച്ചം കൊണ്ടുവച്ചാൽ മതി, വെളിച്ചടിച്ചാൽ കയറിനെ കാണാൻ സാധിക്കും. പാമ്പ് അതിൽ എങ്ങനെ പോകും? നേരത്തെ പാമ്പില്ല. ഇതുപോലെ തന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്ന ഈ മായ കാര്യങ്ങൾ ഇതിൽ നിന്ന് നിവർത്തിക്കണമെങ്കിൽ അതിലധിഷ്ഠാനമായിരിക്കുന്നതിനെ അറിയണം. അതിലധിഷ്ഠാനമായിരിക്കുന്നത് വേദം പറഞ്ഞ് നമുക്കറിയാം. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഈ സച്ചിദാനന്ദ ആത്മാവാണ്. ഇതിനെ നമുക്ക് ശ്രവണം കൊണ്ട് നമുക്ക് അറിയാം, മനസ്സിലായല്ലോ. ആ ഒരു ധാരണയോടുകൂടി ഇതിനോടുള്ള പ്രതിപത്തി ഇല്ലാണ്ടായി നിൽക്കുന്ന ഒരു നില നമുക്ക് എടുക്കാറില്ല. കഥയില്ലാത്ത കാര്യമാണെന്ന് വേദം പറഞ്ഞിരിക്കുന്നത്. വേദം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൽ വീണ്ടും ഒരു സംശയത്തോടു കൂടി നോക്കുന്നത് എന്താണ്? അതിനാണ് പറഞ്ഞ വിപരീത ഭാവന, സംശയഭാവന, അസംഭാവന, വിപരീതമായി 3 ഭാവനകളുടെ നിരാകരണത്തിൽ തൻ്റെ ആത്മസ്വരൂപം ഒരാൾക്ക് കരുതലാമലകം പോലെ വിളങ്ങുന്നു. ഇതാണ് പറഞ്ഞ് സ്വാമി ഇവിടെ അവസാനിപ്പിച്ചത്. എന്നിട്ട് സ്വാമി പറയുന്നു, ഇങ്ങനെ പ്രതിബന്ധത്രയത്തെയും നാശം ചെയ്യാതെ പോയാൽ എല്ലാറ്റിനെയും എരിക്കുന്നതായിരുന്നാലും അഗ്നിയായത് മണിമന്ത്രം മുതലായ പ്രതിബന്ധങ്ങളാൽ ഒരു തുരുമ്പ് പോലും എരിക്കുന്നതിന് ശക്തിയില്ലാതെ ആയി പോകുന്നത് പോലെ ജ്ഞാനാഗ്നിയും പ്രതിബന്ധത്തിനാൽ തടുക്കപ്പെട്ടതായിട്ട് അജ്ഞാനത്തെയും അതിൻ്റെ കാര്യങ്ങളെയും അല്പമെങ്കിലും എരിക്കാൻ ശക്തിയറ്റതായിത്തീരും. നമുക്കറിയാം അഗ്നി എന്ന് പറയുന്നത് ഏതിനെ ഇട്ടാലും എരിച്ചുകളെ, വാഴത്തണ്ടിട്ടാലും എരിച്ചുകളെ. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതിന് ഈ പറഞ്ഞ കണക്ക് ഒരു വേർതിരിവില്ല. ഏതിനെ അത് ഭക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, അഗ്നി ഭക്ഷിച്ചുള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അഗ്നിയിൽ ഈ മണിമന്ത്ര പ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഈ അഗ്നിക്ക് ശക്തിയറ്റതായി പോവുകയാണ്. ഈ മണിമന്ത്ര പ്രയോഗങ്ങൾ കൊണ്ടാണ് ഈ അഗ്നിയിലൂടെ ചിലർ നടക്കുന്നത്. മണിമന്ത്രം ഔഷധം, ഇതിനെ കൊണ്ട് ഈ അഗ്നിയുടെ ഇരിക്കുക എന്നുള്ള ആ ഒരു ശക്തിയെ നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. മന്ത്രവാദികൾ അത് ചെയ്തിട്ട് അവരെ അത് പിൻവലിച്ചതിന് ശേഷം അഗ്നി കൂടെ നടക്കും, അഗ്നിയിൽ കിടക്കും, അഗ്നിയിൽ ഉരുളും, എല്ലാം ചെയ്യും. അവർക്ക് ദേഹം കൊള്ളില്ല. അപ്പോൾ ഇതുപോലെ ഈ ജ്ഞാനാഗ്നി
ഈ എല്ലാത്തിനും ഏൽക്കാൻ ശക്തിയുള്ള അത് ഈ എല്ലാം എന്ന് പറഞ്ഞാൽ അജ്ഞാനം അതിൻ്റെ കാര്യങ്ങൾ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് സുരേഷ്? താൻ ആത്മാവെന്ന് അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം. അതിൻ്റെ കാര്യങ്ങൾ എന്താണ്? ഈ ലോകം തന്നെ, ഈ ജഗത്ത് തന്നെ അതിന് കാര്യമായിരിക്കുന്നത് അല്ലേ? കാരണം ഇതിനോടുള്ള ആ ബഹുമുഖമായിട്ട് ഇതിനോടുള്ള ആ താല്പര്യം രൂപമായിട്ട് ഇതിനെ കാണുകയും പെരുമാറുകയും ഒക്കെ ചെയ്തപ്പോൾ എന്ത് പറ്റി? സ്വാഭാവികമായിട്ട് തൻ്റെ വിളക്കത്തെ അറിയാൻ കഴിയാതെ പോയി. താനാണ് ഇതിനെല്ലാം വിളക്കിയിരിക്കുന്നു എന്നുള്ളതിന് അറിയാൻ സാധിക്കാതെ പോയി. ഈ രൂപത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഇങ്ങനെ ഈ ജ്ഞാനാഗ്നി ഇതിനെല്ലാം എരിക്കാൻ ശേഷി ഉള്ളതായിരുന്നാലും നമ്മൾ കണ്ടിട്ടില്ല മണിബന്ധ പ്രയോഗങ്ങൾ കൊണ്ട് അഗ്നിയുടെ ദാഹശക്തിയെ എടുത്തു കളയാൻ സാധിക്കും. അതുപോലെ അങ്ങനെ എടുത്തു കളഞ്ഞ അഗ്നിക്ക് ഒരു തുരുമ്പ് പോലും എരിക്കാനുള്ള ശക്തി ഇല്ലാതായി പോകുന്നത് പോലെ ഈ ജ്ഞാനാഗ്നിയും പ്രതിബന്ധത്തിനാൽ തടുക്കപ്പെട്ടതായ അജ്ഞാനത്തെയും അതിൻ്റെ കാര്യങ്ങളെയും അല്പമെങ്കിലും എരിക്കാൻ ശക്തി അറ്റതായി പോകുന്നു. നമ്മളെല്ലാം ഈ ജ്ഞാനാഗ്നി എന്നൊക്കെ അറിയാമോ സുരേഷ്? ഈ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ രൂപപ്പെട്ട ഒരനുഭവമാണ്. പക്ഷേ ഇതിനെ ഒന്ന് ഈ അജ്ഞാനത്തെ എരിക്കാൻ ഇപ്പം ശേഷി ഇല്ലാത്തതായിരിക്കാൻ കാരണം എന്താണ്? ഇതിൻ്റെ ഈ പ്രതിബന്ധത്രയത്തിന് പൂർണ്ണമായി നിരാകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അഗ്നിക്ക് ഈ മണിബന്ധനങ്ങളെ കൊണ്ട് അതിൻ്റെ ദാഹശക്തിയെ മാറ്റിക്കളഞ്ഞാൽ അഗ്നി കൊണ്ട് ഒന്നും ഇതിനെ എരിക്കാൻ ഇരിക്കുന്നത് പോലെ ഈ പറയുന്ന പ്രതിബന്ധത്രയങ്ങളെ കൊണ്ട് ഈ ജ്ഞാനശക്തി, ഈ ജ്ഞാനാഗ്നി ബാധിക്കപ്പെടുക. അതും ഇതുപോലെ ഈ അജ്ഞാനത്തെയോ അതിൻ്റെ കാര്യങ്ങളെ ഇരിക്കാൻ ശക്തിയറ്റതായിത്തീരും. മുമ്പ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ പ്രതിബന്ധങ്ങളും തള്ളപ്പെട്ടാൽ ഉടനെ അഗ്നി തുരുമ്പിനെ എരിക്കുന്നത് പോലെ അവിദ്യയെയും അതിൻ്റെ കാര്യങ്ങളെ എരിക്കുന്നതിന് ശക്തിയുള്ളതായി തീരുന്നു. പിന്നെയും താല്പര്യം നിർണ്ണയം ചെയ്യുന്ന വിഷയത്തിൽ ഉപക്രമോപസംഹാരങ്ങൾ, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദ, ഉപപത്തി ഈ അടയാളങ്ങൾ ഇരിക്കണം എന്നുള്ള വചനപ്രകാരം ഈ 6 അടയാളങ്ങളെ അവശ്യം ഗൗനിക്കണം. അടയാളങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്. 6 അടയാളങ്ങൾ വേണം ഒരു വേദാന്ത നിരൂപണത്തിൽ. അത് ആദ്യന്തം ഈ നിരൂപണത്തിലുടനീളം ഈ 6 അടയാളങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ആ അടയാളങ്ങളെ പറ്റി പറയണം. ഉപക്രമോപസംഹാരങ്ങൾ 2, അഭ്യാസ, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി ഈ അടയാളങ്ങൾ ഇരിക്കണം. ഇങ്ങനെ 6 അടയാളങ്ങളോട് ചേർന്ന് വേണം വേദം പറയാൻ, വേദം സംസാരിക്കാൻ, വേദം കേൾക്കാൻ. അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല വേദം കേൾക്കുന്നത് എന്നാണ് സ്വാമിയോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ 6 അടയാളങ്ങളെ അവശ്യം ഗൗനിക്കണമെന്നാണ് ഇതിൽ പറയണം. ഉപക്രമോപസംഹാരത്തെ പറ്റി പറയുന്നു. ചാന്തോക്യോപനിഷത്തിൽ 1-ാം അധ്യായത്തിൽ ഓ സൗമ്യ, ആദ്യം ഈ ലോകം സത്തായിരുന്നു, രണ്ടാമതില്ലാത്തതായി ഒന്നായിരുന്നത് എന്ന് തുടങ്ങി ഈ ജഗത്തെല്ലാം ആത്മാവ് തന്നെ, ഇതാണ് സത്യമെന്ന് അഖണ്ഡൈക രസത്തിൽ മുടിഞ്ഞിരിക്കുന്നു. ഇതാണ് ഉപക്രമോപസംഹാരം. നമ്മൾ എന്തിനെ പറ്റിയാണോ പറയാൻ ആരംഭിച്ചത്, ആ പറയാൻ ആരംഭിച്ചത് തന്നെ ഉപസംഹാരത്തിൽ പറയണം. പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാക്കയെ പറ്റി പറഞ്ഞ് അവസാനം എലിയിൽ പോയി നിൽക്കും. നമ്മൾ ചർച്ചകൾ നോക്കിയാൽ മനസ്സിലാവും. ഉപക്രമ ഉപസംഹാരങ്ങൾ ഒന്നായിരിക്കും. എന്തിനെ പറ്റി പറയാൻ ആരംഭിച്ചു അതിൽ തന്നെ അവസാനിപ്പിക്കണം. എന്തിനെ പറ്റി പറയാൻ തുടങ്ങിയോ ആ വിഷയമാണ് ഇതിൽ മുഖ്യം. അതിന് പറയുന്നു. അടുത്തത് അവർ പറയുന്നത് അഭ്യാസം. 2, തത്വമസി എന്ന വാക്യത്തെ ആ ഉപനിഷത്തിൽ 9 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിൽ ഇതാണ് അടിക്കടി വീണ്ടും 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 പറയുന്ന അഭ്യാസം. ഇതിന് അഭ്യാസം എന്ന് പറയും. അഭ്യാസം എന്ന് പറഞ്ഞാൽ തത്വമസി, ചേതകേതു തത്വമസി. ഈ ചേതകേതുവിന് ഉദ്ദാലക മഹർഷി 9 പ്രാവശ്യം തത്വമസി ഉപദേശിച്ചു. നമ്മൾ വിചാരിക്കും തത്വമസി തത്വമസി തത്വമസി, അങ്ങനെയല്ലല്ല. അതിൻ്റെ അടയാളങ്ങളോട് കൂടി പറയുന്നതിനാണ് ഈ ഉപദേശിക്കാൻ പറയുന്നത്. തത്വമസി ഇതിൽ പറയുന്ന ആ ലക്ഷ്യാർത്ഥ ബോധകമാക്കി ഇദ്ദേഹം 9 പ്രാവശ്യം ഉപദേശിച്ചു. 9ാമത്തെ പ്രാവശ്യമാണ് ഈ ഇത് വിളങ്ങിയത്. ഇതുപോലെ ഈ തത്വമസി എന്ന മഹാവാക്യത്തെ ഉപനിഷത്തിൽ 9 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിന് ഇതാണ് അടിക്കടി വീണ്ടും വീണ്ടും പറയുന്ന
അതായ അഭ്യാസം. അപ്പോഴെപ്പോഴും ഇതിനെ വീണ്ടും 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 പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണോ വിഷയം ആ വിഷയത്തിൽ തുടങ്ങി ഇത് അവസാനിപ്പിക്കേണ്ടതും അതേ വിഷയത്തിലായിരിക്കണം. ഒന്ന്. രണ്ടാമത് ഇതിനെ അഭ്യാസമായിട്ട് പറയണം. അഭ്യാസം ഏതായിരിക്കണം? ഇതിനെ ഉറപ്പിക്കുന്ന കാര്യമായിരിക്കണം. അതെങ്ങനെ? വീണ്ടും 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 ആവർത്തിച്ച് പല രൂപത്തിൽ ഇതിനെ പറയണം. പറഞ്ഞ് സാധകനെ ധരിപ്പിക്കും. ഇതാണ് അഭ്യാസം. ഇതാണ് അഖണ്ഡൈക രസം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ല എന്നത് അപൂർവത. നമുക്കറിയാം ഇതിൻ്റെ ഒരു അപൂർവത എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനെയും നമ്മൾ നിരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊരു അപൂർവതയായിട്ട് ഇതിന് പറയാൻ സാധിക്കുന്നത് എന്താണ് ചോദിച്ചാൽ, ഈ അഖണ്ഡൈക രസം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ല എന്ന് പറയുന്നത്. ഇത് ഒന്നിനും വിഷയമല്ല. കാരണം ഇതൊരു വിഷയമല്ല. ഇതൊരു വിഷയമാണെങ്കിലല്ലേ അത് വിഷയമാകുള്ളൂ. ഇത് ഒന്നിനും വിഷയമല്ല. ആത്മാവൊരു വിഷയമാണോ സർ? ലോകത്തുള്ള എല്ലാത്തിനെ പറ്റി പറയുന്ന ഓരോ വിഷയങ്ങളാണത്. ആ വിഷയം, ഈ വിഷയം, മറ്റേ വിഷയം, എല്ലാ വിഷയങ്ങളാണ്. ഇതൊരു വിഷയമാണോ സുരേഷൻ? ആത്മാവ് ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിനാലും അറിയപ്പെടാനും സാധിക്കുന്നതല്ല എന്ന് എടുത്തോളാം. വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. മനസ്സാധികരണങ്ങൾ വിഷയങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മാവിന് അതൊരു വിഷയമല്ലാത്തതുകൊണ്ട് അതിനെ ഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ പറയാണ് അഖണ്ഡൈക രസം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ല. അഖണ്ഡൈക രസം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സച്ചിദാനന്ദ സ്വരൂപം, അതിൽ ആനന്ദ സ്വരൂപം. ഇത് ഒന്നിനാലും അതൊരു വിഷയമല്ല, ഒന്നിനും വിഷയമല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ അപൂർവത. ഇതിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയണമെങ്കിൽ ഇത് ഒന്നിനും വിഷയമല്ല എന്ന് പറയണം. അപ്പോൾ ഇതറിയാൻ പറ്റാത്തൊരു സംഭവമാണോ എന്നൊക്കെ സംശയങ്ങൾ വരട്ടെ. സംശയം വരാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് അറിയേണ്ടതെന്നുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു രൂപത്തിലല്ലേ തന്നെ ഉപലക്ഷിക്കേണ്ടത് എന്ന് പറയണം. നമ്മളൊരു വിഷയത്തെ നമ്മളിപ്പോൾ പഠിക്കുന്നു, അല്ല ഓരോ വിഷയങ്ങളും നമ്മൾ അതിൽ മനസ്സിലാക്കി പഠിക്കുന്നു, അറിയുന്നു. ഈ രൂപത്തിൽ ബുദ്ധി കൊണ്ടോ ഇതിനെ എന്തെങ്കിലും കൊണ്ടോ നിശ്ചയിക്കാൻ സാധിക്കുന്നതുമല്ല തൻ്റെ ആത്മസ്വരൂപം. പിന്നെ എന്താണ് ബുദ്ധിയെ കൊണ്ടുള്ള ഗുണം? ഈ ബുദ്ധിയാദികളെല്ലാം ഇതിനെ ആശ്രയിച്ച് അതിൻ്റെ ധർമ്മത്തെ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് എടുക്കാം. ഏതൊന്നിനെ ആശ്രയിച്ചാണോ ബുദ്ധി അതിൻ്റെ നിശ്ചയത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊന്നിനെ ആശ്രയിച്ചാണോ മനസ്സതിൻ്റെ സങ്കല്പങ്ങളെ ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ ആശ്രയകർത്താവായിരിക്കുന്നതിന് ഇതിനെ കൊണ്ട് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടാത്ത ഒരു പൊരുളാണോ? അതുമല്ല. അറിവിടും പൊരുൾ നീയല്ലേ, അറിവിടാ പൊരുൾ നീയല്ലേ, അറിപൊരുളാകും മുന്നേ അനുഭവിത്തറിവായി നീയേ. ഇത് നമുക്ക് സമാധി അനുഭവത്തിലൂടെ ഇത് അറിയണം. സമാധി അനുഭവത്തിലൂടെ മാത്രമേ ഇതിനെ അറിയാൻ ഉപദേശിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുറപ്പിക്കുകയാണ്. മേൽപ്പടി ശ്രുതിപ്രകാരം അഖണ്ഡൈക രസജ്ഞാനം അടഞ്ഞവന് പ്രാരബ്ധഭോഗ നാശത്തിന് ശേഷം വിദേഹ കൈവല്യ മുക്തി എന്നത് ഫലം. അപ്പോൾ ഫലത്തെ പറ്റി പറയണം. ഫലം എങ്ങനെയാണ് വരുന്നത്? ഈ രൂപത്തിൽ ശ്രുതിപ്രകാരം അഖണ്ഡൈക രസജ്ഞാനം അടഞ്ഞവന് പ്രാരബ്ധഭോഗത്തിന് ശേഷം വിദേഹ കൈവല്യം മുക്തി എന്നത് ഫലം. ഇതാണ് ഇതിൻ്റെ ഏതിനെപ്പറ്റി പറയുന്നത്? ഫലത്തെ പറ്റി പറയുന്നത്. അടയാളങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കണം. ഉപക്രമം, ഉപസംഹാരം. അത് കഴിഞ്ഞിട്ട് അഭ്യാസ അപൂർവത, ഫലമാണ് പറയുന്നത്. ഫലത്തിനെ പറ്റി പറഞ്ഞത് ആ വിദേഹ കൈവല്യ മുക്തിയെ പറ്റിയാണ് ഫലമായിട്ട് പറഞ്ഞത്. അതെപ്പോഴാണ് ആ ഫലം, ആ മുക്തി അവിടെ ഉണ്ടാകുന്നത്? ഈ ശരീരം കൂടെ പോകണം. ഇതാണ് ഉപാധി. ഈ ശരീരം കൂടെ ഇതിൽ നിന്നും മാറും. അതിന് മുമ്പൊരു മുക്തിയുണ്ട്, അതാണ് ജീവൻ മുക്തി. ജീവൻ മുക്തി ശരീര അളവിൽ തന്നെ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് അവരാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത് ആ ശരീരത്തോടു കൂടി ആ ജീവൻ മുക്ത പുരുഷന്മാരാണ്. പക്ഷേ ഈ ശരീരം കൂടെ പോകണം, ഈ പ്രാരബ്ധവും കൂടെ ഇത് ഇല്ലാതാകും.
അല്പമായതിന് പ്രാരബ്ധമാണ് ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നത്.